രാജ്യങ്ങൾ കീഴടക്കി ചക്രവർത്തി ആയതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും ജനഹൃദയങ്ങളിൽ അംഗീകാരം ഉണ്ടാവത്തില്ല. പക്ഷെ അവർ ജനങ്ങൾ പേടിച്ച് അനുസരിച്ചു എന്ന് വരും ആ ചക്രവർത്തിമാരെ. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ചക്രവർത്തിമാർക്ക് എന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ചാണക്യൻ പറഞ്ഞ വാക്കുകളാണേ. ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മോദിജി ഇന്നലെ ഒരു നയപ്രഖ്യാപനമല്ല, ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടേ. ഞാൻ വായിക്കാവേ. എല്ലാ വീട്ടിലും സൗജന്യ വൈദ്യുതി, രാജ്യത്ത് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, സൂര്യോദയ യോജന പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. സൂര്യോദയ യോജന പദ്ധതി എന്തായാലും അത് നല്ലൊരു പദ്ധതിയാണ്. നടപ്പിലാക്കിയാല് നല്ലൊരു പദ്ധതി തന്നെയാണ്. കാരണം പിന്നെ എന്താ കറണ്ട് ബില്ലും ഗ്യാസ് കണക്ഷനും ആണല്ലോ സാധാരണ ജനങ്ങൾ വലയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ രണ്ട് പ്രശ്നങ്ങള് ഇവയാണല്ലേ കൂട്ടുകാരെ. പിന്നെ അപ്പൊ അതിൽ ഒരെണ്ണം പരിഹാരം ആവുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ പിന്നെ ഇവര് സർക്കാർ നിലവിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു മുമ്പ്. കൂട്ടുകാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പൊ അത് ഇതുവരെ എന്റെ അക്കൗണ്ടിലും വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കൂട്ടുകാരെ. പിന്നെ അതുപോലെ പിന്നെ റേഷൻ, അതും സാധാരണ ജനങ്ങൾക്ക് അത് കിട്ടാൻ യോഗ്യതയുള്ള ആൾക്കാർക്ക് ഒരു മാസത്തേക്ക് മുഴുവനായിട്ടുള്ള അരി അങ്ങനെയൊക്കെയുള്ള പിന്നെ അത്യാവശ്യ സാധനങ്ങൾ റേഷൻ കട വഴിയും ഒന്ന് നൽകിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ അല്ലാണ്ട് ഈ കറണ്ട് ഉണ്ടാക്കി ആൾക്കാരെ ഷോക്കടിപ്പിച്ച് അപ്പൊ ഇങ്ങനെയുള്ള അടിസ്ഥാനം, അതുപോലെ പെൻഷന് ഒരു 50% പിന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന രീതി വന്നിരുന്നെങ്കിൽ ബാക്കി ശതമാനം പിന്നെ അതാത് സംസ്ഥാനത്ത് സർക്കാർ കൂടെ ഇടുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു പ്രശ്നം വരില്ല. അപ്പൊ ഇതിപ്പോ കുറെ മാസങ്ങളായി, ഒത്തിരി മാസങ്ങളായി കറക്റ്റായിട്ട് പെൻഷൻ കിട്ടിയിട്ട് പാവപ്പെട്ടവർക്ക്. കാരണം ഈ വയസ്സായവര് പിന്നെ വൈകല്യമുള്ളവരെല്ലാം അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക്, അതായത് പിന്നെ അവരുടെയൊക്കെ നിത്യോപയോഗ സാധനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് മരുന്നെന്ന് പറയാം. ഈ വയസ്സായവരുടെയും പിന്നെ വൈകല്യമുള്ളവരുടെയും ഒക്കെ ഉള്ളവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ എന്നാണ് മരുന്ന്. അപ്പൊ എല്ലാ മാസവും മരുന്ന് വാങ്ങാനും അത്യാവശ്യം വീട്ടിലെ ചെലവുകളൊക്കെ നടത്താനൊക്കെ ഈ പെൻഷൻ വളരെ തുച്ഛമായിട്ടാണ് പെൻഷൻ കിട്ടുന്നതെങ്കിലും അതും വളരെ വളരെ ആശ്വാസകരമാണ്. പക്ഷെ അതുപോലും കിട്ടാതിരിക്കുക. അപ്പൊ അതിന് കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള ഓരോ പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ആദ്യം ചിന്തിക്കേണ്ട അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ഒരു 10% ഓരോ സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ അത്രയും ഒരു ഭാരം ആ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവത്തില്ല. കൃത്യമായിട്ട് പാവപ്പെട്ടവർക്ക് ഇവയെല്ലാം കിട്ടും. എന്നിട്ട് ഇങ്ങനെയുള്ള പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചാൽ വളരെ നല്ലതായിരുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച ഈ പദ്ധതി കൊള്ളില്ല എന്നൊന്നും അല്ല, പിന്നെ അത് നടപ്പിൽ വരട്ടെ. പക്ഷെ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, വിലക്കയറ്റത്തെ കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല. കാരണം പറഞ്ഞ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന സ്ഥിതിയായി. പക്ഷെ ഈ ആദ്യമൊക്കെ പ്രഖ്യാപിച്ച പദ്ധതികൾ 5 ലക്ഷം ഇതൊക്കെ ആർക്കും വന്നില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ ചെലവാക്കി വലിയ പ്രതിമകളും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മനുഷ്യർക്ക് പ്രയോജനം വന്നില്ലെങ്കിലും കാക്കകൾക്ക് തൂറാനായിട്ട് എന്തായാലും ആ കാക്കകൾക്ക് പിന്നെ കക്കൂസായിട്ട് അത് പ്രയോജനം വരുന്നുണ്ട്. അവർക്കെങ്കിലും പ്രയോജനം വരട്ടെ അല്ലേ. അപ്പൊ ഇത് കേട്ട് നിങ്ങൾ എന്നെ ചീത്ത പറയാൻ വരണ്ട. കാരണം ചീത്ത പറയാൻ വന്നാൽ കമന്റ് ബോക്സ് ഓണാണ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ തലച്ചോറുള്ളവർ കൃത്യമായി ചിന്തിക്കണം. ഈ കോടിക്കണക്കിന് രൂപ മുതൽ ഈ സാധാരണ ജനങ്ങളുടെ, എല്ലാ ജനങ്ങളുടെയും നികുതി പണം തന്നെയാണ്. അല്ലാതെ അവരെയൊന്നും കുടുംബത്തിലെടുത്തെന്നല്ല വലിയ പിന്നെ പ്രതിമകളും അതും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആ കാശൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, ഇതുപോലെ പെൻഷനിലെ വിഹിതം കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്തോരം നല്ല കാര്യമായിരുന്നു അല്ലേ കൂട്ടുകാരെ. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ.
ഇതിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ച് അല്ല പറയുന്നത്. ഇപ്പം എന്റെ വീട്ടിലുള്ളവര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. എല്ലാ വീട്ടുകാർക്കും അവരവരുടെ വീട്ടുകാരെ എല്ലാവർക്കും അവരുടെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നും പറഞ്ഞിട്ട് അവരവരുടെ ആൾക്കാര് എന്തെങ്കിലും കടംതിരിവുകളൊക്കെ കാണിച്ചു വെച്ചാലും മിണ്ടാതിരിക്കുവോ? അതിനെ തിരുത്തി കൊടുക്കില്ലേ? അതിന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയില്ലേ? അപ്പൊ ആ ഒരു രീതി തന്നെയാണ് എനിക്കിപ്പം. പിന്നെ പ്രത്യേകിച്ച് ഒരു പാർട്ടി കുത്തി പറയുക അങ്ങനെ പറയുന്നതല്ല. ഞാൻ പൊതുവായി പറഞ്ഞതാണ്. നമ്മളെ പ്രിയപ്പെട്ടവർ തലതിരിവ് കാണിച്ചാലും നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറയാറുണ്ട്, അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് പിന്നെ എന്ന് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇനി തലച്ചോറുള്ളവർ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ കുത്തി പറഞ്ഞതല്ല. എല്ലാ പാർട്ടിയും കണക്ക് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഓരോരോ പാർട്ടിയില് അതാത് നല്ല കാര്യങ്ങളുണ്ട്, നല്ലതല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കും അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്. ഓക്കെ.